ഒരിക്കൽ എൻ്റെ അടുത്ത് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ മോൻ പറഞ്ഞു, എനിക്കാരുമില്ല അമ്മയെന്ന്. അപ്പോൾ എൻ്റെ ജീവൻ്റെ ജീവനാ. ഞാൻ പറഞ്ഞു, എന്താ മോനെ നീ പറയണത്, നിനക്ക് ഞാനുണ്ട്, പിന്നെ എന്താ ഒരു അനുജനുണ്ട്, പിന്നെ നീ എന്തിനാ വിഷമിക്കണേ എന്നിട്ട്. അപ്പോൾ അങ്ങനെ കരഞ്ഞിട്ടുണ്ട് അവൻ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അവർ താമസം ഇവിടെ അടുത്ത് തന്നെയാ, ആനാരി എന്ന് പറയും. അല്ല, ഇവിടെ അടുത്ത് തന്നെയാ. അവനെ പ്രോഗ്രാമില്ലാത്ത സമയത്ത് ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഞങ്ങൾ തിണ്ണയില്ലേ അവിടെ വന്നിരിക്കും. ഇരുന്ന് ഞാനും അവന് എൻ്റെ ദുഃഖം അവനോടും പറയും, അവൻ്റെ ദുഃഖം എന്നോടും പറയും. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാൻ നേരത്ത് ഇപ്പം ഇവിടെയാണ് ഇരിക്കുന്നത് എങ്കിൽ അവൻ എഴുന്നേറ്റിട്ട് പറയാം, എന്നാ ഞാൻ പോട്ടെ അമ്മേ, എന്നാ ഞാൻ പോട്ടെ അമ്മേ. ഈ പറച്ചിൽ സ്റ്റെപ്പ് ഇറങ്ങി ആ ഗേറ്റ് വരെ, കിണർ വരെ അവിടെ നിന്ന്, എന്നാ ഞാൻ പോട്ടെ അമ്മേ, എന്നാ ഞാൻ പോട്ടെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അവൻ അങ്ങനെ അവൻ്റെ ദുഃഖം ഭയങ്കരമായിട്ട് മനസ്സിനകത്തുണ്ട്, പുറത്തേക്ക് കാണിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഈ പ്രോഗ്രാമിൻ്റെ അന്ന് അവൻ ഒരുപാട് ചിരിച്ചു അത്ര. അവൻ്റെ ഫ്രണ്ട്സുകൾ പറഞ്ഞതാ, ഇന്നെന്താ പതിവില്ലാതെ ജോയേട്ടൻ ഭയങ്കര ചിരിയായിരുന്നു. മരിച്ചതിൻ്റെ ശേഷമാണ് അവർ പറയുന്നത്, അവൻ്റെ ഭാര്യനോട് തന്നെ അവർ പറയുന്നത്. ഇന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല, ഭയങ്കര തമാശ പറയലും ഭയങ്കര ചിരിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു. അപ്പോൾ 60 പാട്ട് വായിക്കാനുണ്ട്. 60ാമത്തെ പാട്ടിന് എൻ്റെ മോൻ തുമ്പപ്പുറത്ത് കൈ വെച്ചതാ. തുമ്പപ്പുറത്ത് കൈ വെച്ചത് കുഴഞ്ഞു വീണു. കുഴഞ്ഞു വീണപ്പോൾ തന്നെ അത് എൻ്റെ മോൻ്റെ ഇത് പോയി കഴിഞ്ഞിരിക്കണു. പക്ഷെ ആ